വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ കൃപയാൽ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായിട്ട് തന്നു. കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ ഉയരവും ആഴവും വീതിയും നീളവും ഒന്നും ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. ആ സ്നേഹം നമ്മളെ പരിപാലിക്കുന്നു, നടത്തുന്നു, നമുക്ക് വേണ്ടി എല്ലാം കരുതുന്നു. ആ നല്ല സ്നേഹനിധിയായ കർത്താവിനെ അറിയുന്നത്, പഠിക്കുന്നത് എത്ര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങളിതൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, അത് ഗ്രഹിക്കണം. നിങ്ങളെല്ലാവരും ഈ അനുഭവമുള്ളവരായി മാറണം. നിത്യതയിൽ സ്വർഗീയ ഭവനത്തിൽ കാണുവാൻ ഇടയാകണം. അതാണ് ആത്മാർത്ഥമായിട്ടും ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ എളിയദാസനായി ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതൊക്കെ വളരെ വ്യക്തതയോട് കൂടി ഓരോ വിഷയങ്ങളിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങളെ മാത്രം എടുത്താൽ ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ എന്നുള്ള ഹെഡിങ്ങിൽ അതിന് സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ 6 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് കണ്ടു കഴിഞ്ഞേ? വീണ്ടും ജനനം, പാപമോചനം, നീതീകരണം, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മദാനം. ഇത്രയും വിഷയങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 7ാമത്തെ കാര്യമാണ്. ഞാൻ ഈ ക്ലാസ്സിനോട് കൂടി ഈ രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ എന്നുള്ളത് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയുമായി ഈ ക്ലാസ്സിനോട് കൂടി ഇത് വിഷയം തീർന്നിട്ട് പുതിയ വിഷയത്തിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വിഷയം, ഈ 7ാമത്തെ വിഷയം പുതിയ സൃഷ്ടി എന്നുള്ളത്. പുതിയ സൃഷ്ടി ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പുതിയ സൃഷ്ടി എന്നുള്ളത്. അപ്പോൾ ഒരു യഥാർത്ഥമായ ക്രിസ്ത്യാനി അവനൊരു വിശുദ്ധനാണ്, അവനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ പുതിയ സൃഷ്ടിയുടെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ തിരുവചനം പറയുന്നത് 2 കൊരിന്ത്യർ 5:17 വാക്യം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ, അതാണ് വിഷയം. ഒരുവൻ ക്രിസ്തുവിലാകുക. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ, സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനെ കേൾക്കുമ്പോൾ എന്ന്. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സംഗ്രഹമാണ് 2 തിമോത്തി 2:8 പൗലോസ് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു വാർത്തയല്ല, അത് ഒരു വ്യക്തിയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം ഈ യേശുക്രിസ്തുവിനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്തുവിലായിത്തീരുമ്പോൾ, അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളുമ്പോൾ, ആ സമയം നമ്മൾ കർത്താവിലായിത്തീരുന്നു, കർത്താവ് നമ്മിലായിത്തീരുന്നു. അങ്ങനെ ആകുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പം ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നോ? അപ്പം നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. നാം എല്ലാവരും പാപികളായിരുന്നു. നമ്മൾ പാപം ചെയ്ത് പാപികളായതല്ല, നമ്മൾ ജനനത്താലേ പാപികളാണ്. ഏക മനുഷ്യൻ, നമ്മൾ റോമാലേഖനം 5:12 വായിക്കുന്നുണ്ട്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പം അങ്ങനെ എല്ലാവരും പാപികളായി തീർന്നു. നമ്മൾ ചിന്തിക്കണം, എല്ലാവരും പാപികളാണ്. അപ്പോൾ ഈ ഏകൻ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഈ പാപം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് കാരണം അനുസരണക്കേടാണ്. അനുസരണക്കേട്. നമ്മൾ ചിന്തിക്കണേ, അനുസരണക്കേട്. ഇന്നും നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ അത് പാപമാണ്. നമ്മൾ അതേ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമാലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ
അനേകർ പാപികളായി തീർന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ. നോക്കണേ, ഏക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനായ ആദാം. ഈ ആദാമിന്റെ അനുസരണക്കേടില് എന്തായി തീർന്നു? നാം പാപികളായി തീർന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അനുസരണക്കേടിനുള്ള കാരണം എന്താ? അനുസരണക്കേടിന് കാരണം ഏദനില് എത്ര സന്തോഷപ്രദമായ ഒരു അവസ്ഥയായിരുന്നു. എന്നും അവര് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, കർത്താവുമായിട്ട് അവർ ഒരുമിച്ച് നടക്കാറുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പിശാച് ഒരു പാമ്പിലൂടെ ഇടപെടുവാനിടയായി. ആ ഇടപെടലിൽ ദൈവം പറഞ്ഞതിനേക്കാൾ അധികമായിട്ട് ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ അവർ വിശ്വസിക്കുകയും ചെയ്തു. കാരണം അവിടെ പാമ്പ് എത്ര ചാതുര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കണം. ദൈവം തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാമെന്നും ഒരു വൃക്ഷത്തിന്റെ മാത്രം ഫലം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ പാമ്പ് അവിടെ വന്നിട്ട് ചോദിക്കുന്നത് എന്നാ അറിയാമോ? അവൻ വളരെ കൗശലക്കാരനായിരുന്നു. അവൻ വന്ന് സ്ത്രീയോട്, 3:1 ചോദിക്കുകയാണ് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോക്കണേ, വാസ്തവമായി അവനെ പറഞ്ഞോ? അവന്റെ ആ വളച്ചു കിട്ടിയുള്ള ചോദ്യം നോക്കണേ, യാതൊരു വൃക്ഷത്തിന്റെയും നോക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ മറുപടി എന്താണെന്നറിയാമോ? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്, നോക്കണേ, എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. തുടരുന്ന ദൈവം പറഞ്ഞില്ല. അപ്പോൾ ഈ അരുതാത്തവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ വാക്കുകൾ പെരുകും. അപ്പോൾ വാക്കുകൾ പെരുകുമ്പോൾ അവിടെ ലംഘനം ഉണ്ടാവും. ഇവിടെ ഹവ്വായ്ക്ക് സംഭവിച്ചതാ. അവള് ലംഘനത്തിൽ പെടുകയാണ്. പറയാത്ത കാര്യവും പറഞ്ഞതായിട്ട് അവൾ പറഞ്ഞു. നോക്കുക, ഉടനെ കെണിയിൽ അവൾ പെട്ടു എന്ന് മനസ്സിലാക്കിയ പിശാച് ശത്രു എന്ത് ചെയ്തറിയാമോ? അവളോട് പറയുന്നത് നോക്കണേ, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പം കർത്താവ് എന്താ പറഞ്ഞിരുന്നേ? അതിന്റെ 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ദൈവം മരിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പിശാച് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവമക്കളെ, ഇതാണ് ശത്രുവിന്റെ ഭയങ്കര വഞ്ചന. നമ്മളെ ഏതെങ്കിലും നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മളെ അകറ്റുക, ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മളെ ലംഘിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വളരെ നിസ്സാരമായിട്ട് കൊണ്ടുവരിക. അല്ലെ, ഇന്നിപ്പം എത്രയോ പേര് സുവിശേഷം കേൾക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ അവർ തുടർന്ന് അവർക്ക് ആ രക്ഷയിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം, കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, എന്നാൽ നിങ്ങൾ എന്തിനു ചെയ്യണ്ട? സ്നാനപ്പെടണ്ട, കർത്താവിന്റെ കൽപ്പന അനുസരിക്കേണ്ട, നിങ്ങൾ പണ്ടൊന്നും ചെയ്തതാന്നേ ചെറുപ്പത്തിൽ. അങ്ങനെ പലതും പറഞ്ഞ് മനുഷ്യനെ എന്ത് ചെയ്യാന്നറിയോ? വഞ്ചിക്കുക. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞെന്തുവാ? മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന. അപ്പോൾ വിശ്വസിക്കുന്ന ഒരുവൻ സ്നാനമേൽക്കണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. അത് മത്തായി 28:19 വായിക്കുമ്പോൾ, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കണം, അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്നാനം എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. സ്നാനത്താലല്ല രക്ഷ കേട്ടോ, രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ നിശ്ചയമായും സ്നാനപ്പെട്ടിരിക്കണം. കാരണം സ്നാനത്തിന്റെ ശരിയായ ആത്മീയ അർത്ഥം റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് വിസ്തരിച്ച് പറയുന്നുണ്ട്. കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് സ്നാനം. അത് കൊളോസ്യർ 2:12 പറയുന്നുണ്ട്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തെ
അത് അനുസരിക്കാതെ വണ്ണം അനുസരണക്കേടിലേക്ക് നയിക്കുക. അപ്പോൾ അനുസരണക്കേടിന്റെ ആത്മാവാണ് ഇന്നും അനേകരെയും ഭരിച്ച് നടത്തുന്നത്. അത് നമ്മൾ എഫേസ്യ ലേഖനം 2:2 വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അനുസരണക്കേടിന്റെ ആത്മാവിന് നമ്മൾ അടിമകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. വളരെ ഗഹനമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം, അല്ലേ? നമ്മള് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും കണ്ടോ, അനുസരണക്കേടിന്റെ ആത്മാവാണ് ഇന്ന് വലിയൊരു കൂട്ടം ജനങ്ങളിലും വ്യാപരിക്കുന്നത്. അവരേത് ആത്മാവിന് അതിരാണെന്ന് അവരറിയുന്നില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനേക്കാളും ദൈവത്തിന് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവമക്കളെ? ഇന്ന് അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് അവരുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ് എന്നാണ് നമ്മൾ 1 പത്രോസ് 1:18 വായിക്കുന്നത്. നമ്മൾക്ക് അതിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. യഥാർത്ഥമായും നമ്മൾ ക്രിസ്തുവിലായിത്തീരുക, കർത്താവ് നമ്മിലും നാം കർത്താവിലുമായി തീരുന്ന അനുഭവം അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ പിശാച് അവളെ വഞ്ചിച്ചു. നമുക്കറിയാം അവൻ എന്ത് ചെയ്തു. അവൻ പറഞ്ഞത് ഓഷ്കായിരുന്നു, അവൻ പറഞ്ഞത് കള്ളമായിരുന്നു. അവർ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു, പക്ഷെ ആയിത്തീർന്നത് പിശാചിനെ പോലെ. മനസ്സിലാക്കട്ടെ, നമ്മൾ ആരെ അനുസരിക്കുന്നോ നമ്മൾ അവരെ പോലെ ആയിത്തീരും. അപ്പോൾ പിശാചിനെ കുറിച്ച് യോഹന്നാൻ 8:44 അവസാന ഭാഗത്ത് വായിക്കുന്നത് അവൻ ഓഷ്കിന്റെ പിതാവെന്ന, ഓഷ്കിന്റെ അപ്പൻ. അപ്പോൾ അവൻ കള്ളം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് നേരെ എതിരെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താഗതി പോലും എന്നെ കേൾക്കുന്ന നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദൈവവചനത്തെ പൂർണ്ണമായും മുറുകെ പിടിക്കണം ദൈവമക്കളെ, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിലെ ഒന്നാമത്തെ പാപം എന്നുള്ളത് പോഷ്ക. അത് തന്നെയാണ് നമ്മൾ ബൈബിളിലെ അവസാന വാക്യവും വായിക്കുന്നത്, അവസാന പാപമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോഷ്ക്. അത് വെളിപ്പാട് പുസ്തകം 22:15. അപ്പോൾ ഈ ഫോഷ്കിൽ പ്രിയപ്പെടുന്നവരാരും ദൈവരാജ്യത്തിൽ ഉണ്ടായില്ല, അവരെല്ലാം പുറത്തു തന്നെയെന്നാണ്. മാത്രമല്ല വെളിപ്പാട് 21:8 ഒരു പാപത്തിന്റെ ലിസ്റ്റ് പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഫോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവർക്കും ഉള്ള ഓഹരി അത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണെന്ന്, അത് രണ്ടാമത്തെ മരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തിരുവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ശത്രുവിന്റെ ആലോചനകൾ അതെല്ലാം ഫോഷ്ക പ്രിയപോലെ. അപ്പോൾ നമ്മൾ ഫോഷ്കിന്റെ ആത്മാവിന് ഒരിക്കലും നമ്മൾ അടിമയാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലാകുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചത് തന്നെ പാപത്തിൽ. നമുക്കറിയാം, നമ്മൾ 51 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 51 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ നമ്മുടെ ജനനം തന്നെ പാപത്തിലായിരുന്നു. അങ്ങനെ പാപത്തിൽ ജനിച്ച നമ്മൾ, അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ റോമാലേഖനം 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, ഒരു വ്യത്യാസവുമില്ല. അപ്പം അങ്ങനെ പാപികളായി തീർന്ന ഈ പാപത്തിന്റെ ശമ്പളം എന്തുവാന്ന് പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 6-ാം അതിന്റെ 21-ാം വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപത്തിന് ശമ്പളമുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാപത്തിൽ ആയിത്തീർന്നിരിക്കുന്ന അനുഭവം, ഇതിൽ നിന്നും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഏക രക്ഷകനല്ലാതെ മറ്റാരുമില്ല. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ ഞാൻ പലവട്ടം പറഞ്ഞല്ലോ, നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, മോചിക്കുന്നവൻ എന്ന. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥമായും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, അപ്പോൾ നമ്മൾ കണ്ടു അവിശ്വാസമായിരുന്നു പാപത്തിന് അല്ലെങ്കിൽ അനുസരണക്കേടിന് കാരണം. അതിന്റെ അർത്ഥം വിശ്വാസം സമം അനുസരണം, അവിശ്വാസം സമം അനുസരണക്കേട്.
അപ്പൊ നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ കർത്താവിനെ അനുസരിക്കും. അതായത് സത്യം. അതുകൊണ്ടല്ലേ നമ്മൾ സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്തത് പറഞ്ഞത് വിശ്വസിക്കാത്തവനെന്നല്ല, പുത്രനെ അനുസരിക്കാത്തവന്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഈക്വലായിട്ടുള്ള ഒരു കാര്യമാണ് അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ വിശ്വസിക്കാത്തവർ അനുസരിക്കുകയില്ല. അപ്പോൾ പിന്നെ അവരുടെ മേൽ ദൈവക്രോധം വസിക്കുന്നതേ ഉള്ളെന്ന് എത്ര ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? ഇന്ന് ഒരു നല്ല പങ്ക് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ദൈവമക്കൾ പോലും അവരെ ദൈവമക്കളാണോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരനുസരണക്കേടിന്റെ ആത്മാവില്ല. എന്നാൽ ഒരു രക്ഷാനുഭവമുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ അനുസരണക്കേടിൽ ജീവിക്കാൻ പറ്റിയില്ല. അവർക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായിരിക്കുക. നമ്മൾക്കറിയാം, ബൈബിളിൽ 2 ആദാമാണ് ഉള്ളത്. നിങ്ങൾക്കറിയാമോ? 2 ആദാം. ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാവും എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ 2 പേരിലാണ് എല്ലാ മാനവകുലം മുഴുവനും. ഞാനത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യത്തിലുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ഒന്നാമത്തെ ആദാം, ഒടുക്കത്തെ ആദാം. അപ്പോൾ നമ്മളിവിടെ ജന്മത്താൽ ഒന്നാമത്തെ ആദാമില്ല. അപ്പോൾ ഒന്നാമത്തെ ആദാമിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു. നാം എല്ലാവരും ജനിച്ചത് ആ ഒന്നാമത്തെ ആദാമില. അപ്പോൾ ഒന്നാമത്തെ ആദാമിൽ നിന്നും നമ്മൾ ഒടുക്കത്തെ ആദാമിലായി തീരുന്നതിനാണ് ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യം. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലോ നമ്മൾ ഈ അനുഭവം പ്രാപിക്കണം. അപ്പം ഒന്നാമത്തെ ആദാമിലുള്ളവർക്കെല്ലാം നമ്മൾ അതേ 1 കൊരിന്ത്യർ 15-22 വായിക്കുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെട്ടു. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആദാമിലുള്ളവർക്കെല്ലാം മരണമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രണ്ടാമത്തെ അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമിലായിത്തീരുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വഞ്ചന നമുക്കില്ല. അപ്പൊ ഇന്ന് ഞാൻ ആ ഒന്നാമത്തെ ആദാമിലാണോ അതോ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുവിലാണോ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിലായിരിക്കണം. നമ്മൾ ഈ ദൈവത്തിന്റെ വചനമെന്ന ഈ സുവിശേഷം അത് നമുക്ക് കേട്ട് അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുക. ഇത് വളരെ വിലപ്പെട്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ സാധാരണ നമ്മളെല്ലാവരും പറയാറുള്ള ഒരു ബൈബിളിന്റെ ഏറ്റവും മഹാത്മ്യമുള്ള ഒരു വാക്യമായിട്ട് പറയുന്നത് യോഹന്നാൻ 3:16. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ ആദാമ്യ സന്തതിയെ മുഴുവൻ സ്നേഹിച്ചു. അപ്പോൾ ഈ വലിയൊരു സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. നോക്കണം, ആ നിത്യജീവൻ നമ്മൾ ഈ ലോക ജീവിതത്തിൽ കർത്താവിൽ വിശ്വസിച്ച് പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:24 വായിക്കുന്നുണ്ട്, അവർ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ഈ ലോകത്ത് വെച്ച് തന്നെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന നിത്യാഗ്നിയുടെ വിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗബലി, ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ്.
നമ്മൾ ചിന്തിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വ മരണമല്ല, അതൊരു യാഗമരണമാണ്. എന്നെയും ഈ മാനവരാശിയിലെ എല്ലാ ആദാമ്യ സന്ധിയിലുള്ള എല്ലാവരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുക. ആ യാഗമരണത്തെ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നു എന്ന് ഏതൊരു പാപി വിശ്വസിച്ച് ആ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ താൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ഈ സത്യം തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിച്ച് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊള്ളുമ്പോൾ നമ്മൾ ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവം നമുക്ക് ലഭിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഈ അനുഭവം പ്രാപിക്കുന്നവരെ കുറിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലും മറ്റേത് അവസ്ഥയിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ച് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതിയ സൃഷ്ടിയായി തീരുക. എങ്ങനെ ആയിത്തീരുന്നേ? നാം ക്രിസ്തുവിലാകുമ്പോൾ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയാകുന്ന ആ വ്യക്തി, അവനിൽ പിന്നെ ആരാണ് കാണപ്പെടുക? അവൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ പുതിയ സൃഷ്ടി ആരെയാണ് ധരിച്ചിരിക്കുന്നത്? പുതുമനുഷ്യനെ. പുതുമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഇത് എത്ര വലിയ കാര്യമാണ്. ഇന്ന് ഞാൻ ഈ യേശുക്രിസ്തുവിൽ ആയിട്ടുണ്ടോ? ഞാൻ ഈ യേശുക്രിസ്തുവിനെ തന്നെയാണോ ധരിച്ചിരിക്കുന്നത്? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ഞാൻ വായിച്ചേൽപ്പിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അവിടെ വായിക്കുന്നത്: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഉണ്ടോ? ശ്രദ്ധിക്കണേ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളിൽ 50% ദൈവമക്കളാകുന്നു എന്നല്ല, 80% ആകുന്നു എന്നുമല്ല. ഇവിടെ വായിക്കുന്നത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം നോക്കണം, 27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കണ്ടോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുന്ന പ്രക്രിയയാണ് സ്നാനം. അങ്ങനെ സ്നാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവരെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 28-ാമത്തെ വാക്യം വളരെ ഗംഭീരമാണ്. അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. കണ്ടോ? എത്ര വിലപ്പെട്ട കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായി ഒരു പൊതു സൃഷ്ടിയായി കഴിയുമ്പോൾ അവൻ ഏത് ജാതീയനായാലും ഏത് മതസ്ഥനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് ദേശക്കാരനായാലും ഒരു വ്യത്യാസമില്ല. അതിന് ഒന്നുകൂടെ വിശകലനമായിട്ട് പറയുന്ന ഒരു വാക്യം നമുക്ക് കൊളോസി ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പൗലോസ് നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ യവനനും യഹൂദനുമെന്നില്ല. യവനൻ എന്ന് പറഞ്ഞാൽ ജാതികൾ. അപ്പൊ യഹൂദന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ജാതികളാണ്. അപ്പോൾ അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനവും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഓ, എന്തൊരു പ്രയോഗമല്ലേ! ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതായത് സത്യം. നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയണം. ഞാനൊരു ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇന്ന് ഈ സന്ദേശം നിർത്തും. ഒരിക്കൽ ഒരു യഹൂദനായ ഒരു വ്യക്തി ഒരു അറബിയുടെ കൗണ്ടറിൽ വിസ സംബന്ധമായിട്ട് ചെല്ലാനിടയായി. അപ്പോൾ ആ അറബി ഈ യഹൂദനോട് നിനക്ക് എന്താ നിന്റെ ബിസിനസ്, നിന്റെ കാര്യങ്ങൾ എന്താ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്,
കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ അവിടെ സുവിശേഷം അറിയിക്കാൻ പോകുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഈ അറബി പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ ഈ യഹൂദൻ വിചാരിച്ചു ഇന്നത്തെ പണി കഴിഞ്ഞു, വിഷയം കേട്ടത്തില്ല, കാര്യങ്ങളും നടക്കത്തില്ല, ആകെപ്പാടെ കുറഞ്ഞു എന്നിങ്ങനെ വിചാരിച്ച് ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ അറബി അവിടുന്ന് എഴുന്നേറ്റിട്ട് അവിടുന്ന് ഇങ്ങനെ കുറെ കറങ്ങി കുറേ ദൂരത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്. അതേ ഓടി വരിക. അപ്പൊ ഈ യഹൂദൻ വിചാരിച്ച് ഇന്ന് എന്തോ സംഭവിക്കാൻ പോവുക. പക്ഷെ ഈ അറബി ഓടി വന്നിട്ട് ഈ യഹൂദനെ കെട്ടിപ്പിടിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. നോക്കണം, കാരണം ഈ അറബിയും ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലായിരുന്നു. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ പുറത്തു നിന്ന് കണ്ടപ്പോൾ അവനെ ഒന്ന് ഒരു വിശുദ്ധ ചുംബനം കൊടുക്കാനുള്ള ആ വലിയ ഒരു ആകാംക്ഷ, ആ തീഷ്ണത, ആ എരിവ്, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഐക്യത നോക്കണം. അതവിടെ കാണുന്നത്, ആ സ്നേഹം നോക്കണം. നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ യഹൂദനും അറബിയെന്നൊക്കെ പറയുമ്പോൾ അവരൊരു വിധത്തിൽ ബദ്ധശത്രുക്കളൊക്കെയാണ്. എന്നാൽ ഇവിടെ അവരിത്രയും മിത്രങ്ങളാക്കി മാറ്റിയതാരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം ഈ പുതുസൃഷ്ടിയായ മനുഷ്യൻ, അങ്ങനെ പുതുസൃഷ്ടിയായ മനുഷ്യന് 7 വിധ പുതിയ കാര്യങ്ങൾ അവന് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 7 വിധ പുതിയ കാര്യങ്ങൾ. അത് ഇന്ന് സമയത്തിൻ്റെ കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ആ കാര്യം എന്നോട് പറയാം. എത്രയെല്ലാം ജനങ്ങൾ യഥാർത്ഥമായും ക്രിസ്തുവിനൊരു പുതുസൃഷ്ടിയായോ അവന് പുതിയതായിട്ട് 7 കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. പുതിയത്, ഈ നമുക്കറിയാം ബൈബിളിൽ പുതിയതെന്ന് പറയുന്നിടത്തെല്ലാം ദൈവിക ജീവന്റെ ആസ്വാദനമുണ്ട്. അതുകൊണ്ട് ആ പുതിയ 7 കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നോ? ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലുമായി തീർന്നിരിക്കുന്ന അനുഭവമാണോ? എൻ്റെ പഴയ മനുഷ്യനും പഴയ കാര്യങ്ങളെല്ലാം തീർന്നു. ഇന്ന് ഞാനൊരു പുതു സൃഷ്ടിയായി ഇന്ന് കർത്താവിനോട് കൂടെ കർത്താവിന് ജീവിക്കുന്ന അനുഭവം, കർത്താവിന് വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരു അനുഭവം ഇന്ന് എന്നിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ നമ്മളെ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷിയാകുവാനാണ്. അത് ക്രിസ്തുവിലായിത്തീർന്നൊരു വ്യക്തിക്ക് മാത്രമേ പറ്റൂ. ഇന്നത്തെ അനേക വിശ്വാസികൾക്കും പറ്റിയിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ ഒരു അബദ്ധം, അനേകം ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നില്ല. അതിന്റെ അർത്ഥം അവർ യഥാർത്ഥമായും വീണ്ടും ജനിച്ചില്ല എന്ന് തന്നെയാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സുവിശേഷം അറിയിക്കാതിരിക്കുവാൻ, സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഇത് കൂട്ടായ്മ കൂടുന്ന കാര്യമൊന്നുമല്ല. മറ്റ് ജനങ്ങളോട് നമ്മൾ ഈ സുവിശേഷം പങ്കുവയ്ക്കുന്ന കാര്യമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെയല്ലേ പുതുതായിട്ട് ആത്മാക്കൾ മുൻപോട്ട് വരാത്തത്? സഭകളെല്ലാം ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മൾ ശരിക്കുള്ള ആ യഥാർത്ഥ അനുഭവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായിത്തീരണം. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായിത്തീരണം. ആത്മാവിനാൽ നടത്തപ്പെടണം. ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി മാറണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പുതിയ സൃഷ്ടി എന്നുള്ളതാണ്. ഈ പുതിയ സൃഷ്ടി അവന്റെ ജീവിതത്തിൽ പുതിയ 7 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കർത്താവ് അനുവദിച്ചാൽ നാളെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഇന്ന് എന്നേക്ക് മാത്രം ഉണ്ടാകട്ടെ.